പേടിപ്പിച്ച് കളഞ്ഞല്ലേ റസിയ നട്ട്സ് പൊടിക്കായിരുന്നു കേക്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹലോ, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഇന്ന് ഞാൻ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തമ്പനയിലും അതുപോലെ ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതന്നെയാണ് സംഭവം. എനിക്കൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, എന്താണ് വീഡിയോ വരാത്തതെന്ന് ചോദിച്ചു. നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ഈ മിക്സി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം എൻ്റെ ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവുകൊണ്ട് വന്നിട്ടുള്ള ഒരു അപകടമാണിത്. അപ്പോൾ അതേപോലെ എല്ലാവരും ഈ മിക്സി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അപകടം സംഭവിച്ചത്. അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചത്? പൊതുവേ നമ്മളെല്ലാവരും മിക്സിയിൽ കൈപ്പെട്ടിട്ട് അപകടം സംഭവിച്ചു അല്ലെങ്കിൽ വിരൽ പോയി എന്നൊക്കെ അവിടെ നിന്ന് കുറേ ന്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ടായിരുന്നു, ഇതെങ്ങനെ ഇപ്പോൾ ഉള്ളിലേക്ക് വിരൽ പോണ്, മിക്സിയുടെ ഉള്ളിൽ പോയി കൈയിടാണോ? അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് സംഭവിച്ചപ്പോഴാണ് അറിയണത് ഇതുപോലെ ആയിരിക്കും മറ്റുള്ളവർക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ചെറിയൊരു ശ്രദ്ധ കുറവ് കൊണ്ട് വന്നിട്ടുള്ള ഒരു അപകടമാണത്. അപ്പോൾ ഞാൻ ആ മിക്സിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മിക്സിയിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. സുജാതയാണ് ഞാൻ യൂസ് ചെയ്യണത്. സംഭവം നല്ല മിക്സിയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണ മിക്സിയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാൻ ഖത്തറിലാണെങ്കിലും യൂസ് ചെയ്യണ മിക്സി ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സുജാത മിക്സിയിലാണ് എനിക്കിത് സംഭവിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അശ്രദ്ധ മതി നമുക്കത് സംഭവിക്കാൻ. അപ്പോൾ എനിക്കും സംഭവിച്ചത് അത് തന്നെയാണ്. എൻ്റെ ശ്രദ്ധ കുറവാണ് എനിക്കത് സംഭവിച്ചത്. അപ്പോൾ എനിക്ക് ഈ മിക്സിയിൽ ഉണ്ടായത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കണ്ടോ, ഇവിടെ ഓഫ് എന്നുണ്ട്, പിന്നെ ലോ, ഹൈ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ മിക്സിയിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഈ മിക്സിയിൽ കിടന്നിരുന്നത് ഈ ഓഫിലല്ല, ഇത് ഇങ്ങനെ കിടന്നിരുന്നു, ലോല് കിടന്നിരുന്നു. അതായത് ഇത് ഓണായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല, ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ജാറ് ഇതുമ്മ വെച്ചു, ഇതേപോലെ ജാറെടുത്ത് ഇതേപോലെ വെച്ചു. ചെറുതാണ് കേട്ടോ ജാറ്, ചെറിയ ജാറാണ് കേട്ടോ, വലുതല്ല. വലുതായിരുന്നെങ്കിൽ എൻ്റെ വിരൽ പോയാലും മുറിയില്ലായിരുന്നു. ഇത് ചെറുതാണ്, നമ്മൾ പൊടിക്കണ ആ ജാറുണ്ടല്ലോ അതാണ്. അപ്പോൾ അതിൻ്റെ ബ്ലേഡ് കണ്ടോ, മുകളിലേക്കാണ് 2 നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിരൽ പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ മിക്സിയുടെ ഈ ജാറ് വെച്ചു. അപ്പോൾ ഞാനിതുപോലെ കൈ വെച്ചിട്ട്, മുടിയുടെ മുകളിൽ കൈ വെച്ചിട്ട് സ്വിച്ച് ഓൺ ആക്കി. അതായത് മറ്റേ മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ, പ്ലഗ് ഓഫായിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ അവിടെ ചുമരിൻ്റെ മുകളിൽ ഞാൻ ഓണാക്കി ഉടനെ മിക്സി വർക്ക് ചെയ്തു. പക്ഷേ ഓണാക്കുമ്പോഴും എൻ്റെ മനസ്സിലില്ല മിക്സി ഓണാവുമെന്ന്. കാരണം ഇവിടെ ഓഫായി കിടക്കുകയാണെന്നാണ് എൻ്റെ ധാരണ. നമ്മൾ മിക്സി അവിടെ ഓണാക്കിയിട്ട് പിന്നെ നമ്മളിവിടെ തിരിച്ചിട്ടാണല്ലോ ഓണാക്കാറ്. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതെ അവിടെ പോയി പെട്ടെന്ന് തന്നെ ഓണാക്കി ഉടനെ മിക്സി ഓണായതും ഈ മൂടി സ്ലിപ്പായിട്ടാണ് മൂടി തെറിച്ചതും എൻ്റെ വിരലിനുള്ളിലേക്ക് പോവുക ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്, അതായത് ഇത് ഓണാണോ ഓഫാണോ എന്ന് ശ്രദ്ധിക്കാതെ ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണിത്. അപ്പോൾ നിങ്ങളെപ്പോഴും ഇതുപോലുള്ള മിക്സി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ഓഫാണോ ഓണാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ക്ലിയറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിക്സിമേ തന്നെ ഇത് കാണിച്ചു തന്നത് കേട്ടോ. അതാണ് എനിക്ക് സംഭവിച്ചത്. പ്രത്യേകിച്ച് ഹോം ബേക്കേഴ്സിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഹോം ബേക്കേഴ്സ് കേക്ക് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും നമുക്ക് വേറെ ഹെൽപ്പേഴ്സ് ഇല്ല. നമ്മൾ കേക്ക് സെയിൽ ചെയ്യണമുണ്ട്, അതിനോടൊപ്പം നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി കേക്ക് ഓർഡേഴ്സും ഉണ്ട്, എന്നാൽ അതിനോടൊപ്പം നമ്മൾ വീട്ടിൽ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ
അപ്പോൾ ഒരുപാട് ചിന്തകളാണ് നമുക്ക്. ഫുഡ് ഉണ്ടാക്കണം, കേക്ക്സ് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യണം, അതുപോലെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ കിച്ചണിൽ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിപ്പോകണത്. കുറേ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്കത്. എല്ലാ ഹോം ബേക്കേഴ്സും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ കേക്ക് സെയിൽ ചെയ്യണതും വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു അവയർനെസ് എന്നുള്ള നിലയിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഒരൊറ്റ വിരലിന്മേൽ സംഭവിച്ചുള്ളൂ, എല്ലിലൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ അടർന്ന് 2 പീസായില്ല, തുന്നി പിടിപ്പിക്കാൻ പറ്റി, കുറച്ചധികം സ്റ്റിച്ച് ഇടേണ്ടി വന്നു എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇത്രയല്ലേ വന്നുള്ളൂ എന്നുള്ള സമാധാനമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മിക്സി യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മിക്സി. നമ്മൾ ഹോം ബേക്കേഴ്സ് മാത്രമല്ല, എല്ലാ വീട്ടമ്മമാരും ഡെയിലി എന്ന് പറയുന്ന പോലെ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണല്ലോ മിക്സി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊരു അവയർനെസ് എന്നുള്ള ലെവലിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഓക്കെ ആയതിനു ശേഷം ഞാൻ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ. ഒരുപാട് ഗ്യാപ്പ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി അധികം ഗ്യാപ്പില്ലാണ്ട് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങാം. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാണ്ട്, ഈ ഒരു വീഡിയോ ഗീവ് അവേയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗീവ് അവേക്ക് വേണ്ടിയിട്ട് 5 വീഡിയോ ആണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 6ാമത്തെ വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഞാനൊരു അവയർനെസ് എന്നുള്ള ലെവലിൽ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോ മുതലാണ് കേട്ടോ ഗീവ് അവേയുടെ 6ാമത്തേത് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഗീവ് അവേയിൽ ഉൾപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്